തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിൽ നെയ്യാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന നെയ്യാർ ജലസംഭരണിയുടെ ഭാഗമായ പ്രകൃതി രമണീയമായ പന്തപ്ലാമൂട് പാലവും പരിസരവും. കടുത്ത വേനലിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ പന്തപ്ലാമൂട് ഭാഗം പൂർണ്ണമായും വറ്റി വരണ്ടു. സംഭരണി വറ്റി വരേണ്ടതോടെ പരിസരവാസികൾക്ക് ചെറുകിട ഇടക്കാല കൃഷിക്കും കുട്ടികൾക്ക് കായിക വിനോദത്തിനും അവസരമൊരുങ്ങി. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കട നെയ്യാർ ഡാം വഴി 38 കിലോമീറ്റർ താണ്ടിയാൽ അമ്പൂരി ജംഗ്ഷനിൽ എത്തിച്ചേരാം. തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകര വഴിയാണ് വരുന്നതെങ്കിൽ വെള്ളറട വഴി 48 കിലോമീറ്റർ താണ്ടേണ്ടി വരും. വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതിന്റെയും വെള്ളത്തിൽ ശരീരം തണുത്തതിന്റെയും ആഹ്ലാദത്തിലാണ് അരുവിമോളും. കേരളത്തിൽ വൈറലായ കുമ്പിച്ചൽ പാലവും പന്തപ്ലാമൂട് പാലത്തിന് സമീപമാണ്. പാലവും ജലസംഭരണിയും ചുറ്റുമുള്ള മനോഹര ദൃശ്യങ്ങളും പകർത്താൻ ഇവിടെ ദിവസവും ധാരാളം സഞ്ചാരികൾ വന്നു പോകാറുണ്ട്. വിണ്ടുകീറിയ പാടം പോലെയാണെങ്കിലും അടിത്തട്ട് പച്ച വിരിച്ച് നീണ്ടു കിടപ്പാണ്. വേനൽക്കാലത്തും ഇവിടം വിനോദസഞ്ചാരികളെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. കഷ്ടിച്ച് ഒരു ബൈക്ക് അല്ലെങ്കിൽ ആട്ടോ മാത്രം കടന്നു പോകുന്ന വീതി കുറഞ്ഞ ഈ പാലം വനത്തിലെ ഉന്നതികളിലേക്കുള്ള മാർഗം കൂടിയാണ്. സഞ്ചാരികളുടെ വ്യൂ പോയിന്റും ഫോട്ടോഷൂട്ടും ഈ പാലം തന്നെ. അമ്പൂരി ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ മാറി ശിവക്ഷേത്രത്തിന് മുന്നിൽ ഇടത്തോട്ട് തിരിഞ്ഞ് 800 മീറ്റർ സഞ്ചരിച്ചാൽ പന്തപ്ലാമൂട് പാലമായി.